നിങ്ങൾ രണ്ടുപേരൂടെ ആ കാർ എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ പോയിട്ട് വന്നേ. അല്ല ഡെമോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യടോ, എന്നിട്ടല്ലേ ഡെമോ ക്ലാസ്. അത് മോളെ വിളിച്ചൊന്ന് കറങ്ങാൻ പോയി. വാടി. ഇതാണ് പ്രശ്നം, ഇതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം. ഉണ്ണികൃഷ്ണൻ ഒന്നിങ്ങി വരൂ. നിങ്ങളുടെ ഇടയിൽ പരസ്പര ധാരണയില്ല. അതായത് മക്കളെ, ശാലിനിക്ക് ഒരു കെയറിങ് കൊടുക്കണം. അത് ഉണ്ണികൃഷ്ണൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ശാലിനിക്ക് അത് മനസ്സിലായി കാണുമല്ലോ. അത് ശരിയാ സാറേ. കഴിഞ്ഞ ദിവസം ഞാൻ 1.5 മണിക്കൂറാണ് കാറിനകത്തിരുന്നത്. എന്ത് കാര്യത്തിന്? ഡോർ തുറന്ന് ഇറങ്ങിട്ട്. നിനക്കത് തുറന്നിറങ്ങിയ പോലായിരുന്നോ? കേറിയുണ്ടേ. ഇന്നാ കേറിയെന്നേ. ഇത് കേട്ടോ സാറേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കാതെ ആ താക്കോലിങ് തന്നെ. ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ വരെ പോവാന്നേ. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ്. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മാതൃകയാക്കി എടുക്കണം. പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഭാര്യയോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സെറിനെ, എന്തോ സെറിൻ ഇന്ന് രാവിലെ മുതൽ എന്നിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇച്ചായനോ? ഞാനും ഹാപ്പിയാണല്ലോ. സെറിനെ, എന്തോ സെറിൻ രാവിലെ മുതൽ എന്നിൽ വിധേയപ്പെട്ടോ? വിധേയപ്പെട്ടല്ലോ. ഇച്ചായനോ? ഞാനും വിധേയപ്പെട്ടു. സെറിനെ, രാവിലെ എന്നെ ഉമ്മ വെച്ചായിരുന്നോ? സെറിനെ വെച്ചല്ലോ. രണ്ടാമത്തെ ഉമ്മയത്. ഇച്ചായനോ? വെച്ചല്ലോ. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്നാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. സെറിനെ, കാറിലേക്ക് കയറിയാട്ടെ. ഡോറ് തുറന്നു കൊടുത്തിയാൽ കണ്ടോ? ഇതുപോലെ പൊടിയൊക്കെ തട്ടിത്തൂത്ത് ഭാര്യയുടെ കാലെടുത്ത് കാറിനകത്ത് വെക്കണം ആദ്യം നമ്മൾ. അതിനുശേഷം നമ്മൾ അല്ല ഈ സാരിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് സീറ്റ് ബെൽറ്റ് എങ്കിലും ഒന്ന് കുത്താവോ ചോദിക്കണം നമ്മൾ, കേട്ടോ? സെറിനെ, ഹാപ്പി അല്ലേ? ഇച്ചായനോ? ഞാൻ ഹാപ്പിയാണ്. നമുക്ക് പോയാലോ? എന്നിട്ട് ക്ലോസ്. നമ്മൾ അപ്പുറത്തെ സീറ്റ് കയറിയിരിക്കുന്നു, വണ്ടി ഓടിച്ചു പോകുന്നു. സെറിനെ, വന്നു, നമ്മൾ വീട്ടിൽ വന്നു. ഇറങ്ങിയാട്ടെ. പതുക്കെ കെയറിങ്ങോടെ ഭാര്യയെ വെളിയിറക്കണം. ഇത്രേ ഉള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എമ്പുരാനേ.